പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തനം 11:1 പറയുകയാണ്, കർത്താവിൽ ഞാൻ അഭയം തേടുന്നു, പക്ഷിയെ പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുകയെന്ന് നിങ്ങൾക്ക് എന്നോട് എങ്ങനെ പറയാൻ കഴിയും? ദാവീദ് എഴുതിയതാണ് 11-ാം സങ്കീർത്തനം. BC 1010-നും 970-നും ഇടയ്ക്ക് ദാവീദിന്റെ ജീവിതത്തിൽ വളരെ ക്ലേശപൂർണമായ വേദനാജനകമായ അവസരത്തിൽ എഴുതുന്നതാണ്. ഇൻ ദ ലോർഡ് ഐ ടേക്ക് റെഫ്യൂജ്, കർത്താവിൽ ഞാൻ അഭയം തേടുന്നു. ഈ വചനം കേൾക്കുന്ന നമ്മൾ എല്ലാവരും ദൈവത്തില് അഭയം തേടുന്നവരാണ്. ദാവീദ് ഉപയോഗിച്ചത് യഹോവ എന്നുള്ളതാണ്, യാഹൂ. ഈ യാഹൂവിനെ അദുനായി എന്നാണ് നമ്മളിപ്പോൾ വായിക്കാറുള്ളത്. എഴുതുന്നതല്ല വായിക്കുന്നത്. ദൈവത്തോടുള്ള ഭയം നിമിത്തം ദൈവത്തെ യാഹൂ, ഈ യാഹൂവിനെയാണ് കർത്താവ് ദൈവം എന്ന് പറയുന്നത്. ഈ സങ്കീർത്തനം വിരചിക്കാൻ കാരണം, ദാവീദിനെ യഹോവ ഇസ്രായേലിന്റെ രാജാവായിട്ട് സാവൂളിന് ശേഷം തെരഞ്ഞെടുക്കുകയാണ്. ഒരു ആട്ടിടയനായിരുന്നു ദാവീദ് എന്ന് നമുക്കൊക്കെ അറിയാം. ഈ ആട് മേച്ചുകൊണ്ട് നടന്ന ദാവീദിനെ ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. എന്റെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ദൈവമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് വേദനകൾ ഉണ്ടാകില്ല, ദുഃഖം ഉണ്ടാവുകയില്ല എന്നല്ല. ഇന്ന് ഫെബ്രുവരി 25-ാം തീയതിയാണ്. റാണി മരിയെ പുതിയ നഗറിൽ നിന്നും ഇൻഡോറിന് പോകുന്ന വഴിക്ക് ഒരു ബസ്സിലിട്ട് 53 പ്രാവശ്യം കുത്തി 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 മുറിവേൽപ്പിച്ചു. അവളുടെ കഴുത്തില് അണിഞ്ഞിരുന്ന ആ തിരുക്കുരിശ്, യേശുവിന്റെ തൂങ്ങപ്പെട്ട രൂപം ആ കഴുത്തിൽ നിന്ന് മുറിഞ്ഞു പോയില്ല. അവളുടെ രക്തത്തില് ആ കുരിശ് കിടന്നു. യേശുവിന്റെ രക്തത്തില് നമ്മൾ കിടക്കുകയാണ്. കട്ടപിടിച്ച അവളുടെ ആ രക്തത്തില് യേശുവിന്റെ കുരിശ് ഉണങ്ങിച്ചേർന്ന് കിടന്നു മണിക്കൂറുകളോളം ആ റോഡരികില്. റാണി മരിയ FCC കോൺഗ്രിഗേഷനിലേക്ക് വന്നു എന്നതുകൊണ്ട് പൂമത്തകളല്ല ഉണ്ടാക്കിയിരുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. ഇവിടെ വചനം പറയുന്നു, കർത്താവിൽ ഞാൻ അഭയം തേടുന്നു. ദാവീദ് ഇത് എഴുതുവാൻ കാരണം, ഇസ്രായേലിന്റെ രാജാവായിട്ട് സാവൂളിനെ തെരഞ്ഞെടുത്തു. ഗോലിയാത്തിനെ കൊന്നതിന് ശേഷം ജനങ്ങളെല്ലാം ആർത്തു വിളിച്ചുകൊണ്ട് വരികയാണ്. സാവൂള് 1000-ങ്ങളെ കൊന്നു, ദാവീദ് 10,000-ങ്ങളെ. ഈ വിളി കേട്ടിട്ട് അസൂയ പൂണ്ടിട്ട് വിഷമം തോന്നിയിട്ട് തന്റെ രാജ്യത്തിലേക്ക് അഭിഷിക്തനായി കടന്നു വന്നിരിക്കുന്ന ദാവീദിനെ കൊല്ലുവാൻ പരിശ്രമിക്കുകയാണ്. അങ്ങനെ പരിശ്രമിക്കുന്ന അവസരത്തില് രാജകൊട്ടാരത്തിൽ വെച്ച് തന്നെ ഒരു കുന്തമെടുത്തിട്ട് ദാവീദിന്റെ നേർക്കെറിഞ്ഞു. ദാവീദ് തലയിൽ കൊള്ളാതെ മാറി. തെരഞ്ഞെടുപ്പ് കൊണ്ട് വിഷമം ഉണ്ടാകില്ല എന്നുള്ളതല്ല കാണിക്കുന്നത്. തുടർന്ന് ദാവീദ് രാജകൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഇങ്ങനെ ഒളിച്ചോടി അതുല്ലാം കുന്നില് ഒരു ഗുഹയില് ദാവീദ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് സാമുവേലിന്റെ പുസ്തകത്തില് 24-ലും 21-ാം അധ്യായത്തിലും എല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പോകുന്ന വഴിക്ക് വിശക്കുന്ന ദാവീദ് പ്രവാചകന്റെ അരികിൽ ചെന്ന് അപ്പം മേടിച്ചുകൊണ്ട് പുരോഹിതർക്ക് മാത്രം ഭക്ഷിക്കാൻ അവകാശമുണ്ടായിരുന്ന അപ്പം മേടിച്ച് ഭക്ഷിക്കുകയാണ്, കൊണ്ടുപോവുകയാണ്. അങ്ങനെ അതുല്ലാം കുന്നിലേക്ക്, മലകളിലേക്ക്, പർവ്വതങ്ങളിലേക്ക് പോകുന്ന അവസരത്തില് ശരീരത്തിലേക്ക് മുറിവുകള്, വിഷമതകള്, ഉറക്കമില്ലാത്ത അവസ്ഥകള്, ഇതെല്ലാം ഓർത്തിട്ട് ദാവീദ് എഴുതിയ
ഹീബ്രു, മനോഹരമായ ഹീബ്രുവിലുള്ള കവിതയാണ്. കർത്താവിൽ ഞാൻ അഭയം തേടുന്നു, പക്ഷിയെ പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുക എന്ന് നിങ്ങൾക്ക് എന്നോട് എങ്ങനെ പറയാൻ കഴിയും? വചനം കേൾക്കുന്നവരെ, സങ്കീർത്തനം 11:1 മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാം. ഈ വചനം കേൾക്കുന്നവര് ഒരുപക്ഷെ ക്യാൻസർ രോഗികളായിരിക്കാം. കർത്താവിലേക്ക് അഭയം തേടുക. കർത്താവ് നിങ്ങളെ സൗഖ്യത്തിലേക്ക്, ആശ്വാസത്തിലേക്ക് കൊണ്ടുവരും. വർഷങ്ങളോളം ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ സേവനം ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിനും അതിനുശേഷം ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന ആശ്രമത്തിലും റോസറി ഹെർമിറ്റേജിലും ധാരാളം ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്നു. കർത്താവിൽ ഞാൻ അഭയം തേടുകയാണ്. എന്റെ കിഡ്നി രോഗത്തില് ഇന്ന് എന്നെ കാണുവാൻ വന്ന എന്റെ ഒരു സുഹൃത്തുണ്ട്. ഹാർട്ടെല്ലാം വീക്കായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്നെ കാണുവാനും എന്നെ സഹായിക്കാനും വന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് ആ മകനോടുകൂടെ ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ കുറെ നേരം ഇരുന്ന് കർത്താവിനെ സ്തുതിച്ചു. കർത്താവിൽ അഭയം തേടുകയാണ്. വീട് വെക്കാൻ സ്ഥലമില്ലാത്തവര്, വീടില്ലാത്തവര് കർത്താവിൽ ഞാൻ അഭയം തേടുന്നു. കുഞ്ഞുമക്കളില്ലാത്തവര് കർത്താവിൽ ഞാൻ അഭയം തേടുന്നു. ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ദൈവമാണ് നമുക്ക് തരുന്നത്. ദാവീദ് പറയെ, കർത്താവിൽ ഞാൻ അഭയം തേടുന്നു. സൗലിന്റെ മരണശേഷം ദാവീദ് 40 വർഷം ഇസ്രായേലിനെ ഭരിച്ചല്ലോ. ദാവീദിന്റെ ശവകുടീരം ഇന്നും ഇസ്രായേലിൽ ഉണ്ടല്ലോ. ദൈവമേ, ഞങ്ങളുടെ കഷ്ടതകളെയും ഞങ്ങളുടെ ദുഃഖങ്ങളെയും ഞങ്ങളുടെ തകർച്ചകളെയും ഞങ്ങൾ ഇത് അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ രോഗാവസ്ഥ എന്തെങ്കിലും ആകട്ടെ, കടബാധ എന്തെങ്കിലും ആകട്ടെ, തമ്പുരാന്റെ മുമ്പിൽ ഈ സങ്കീർത്തനം ഒരു 10 പ്രാവശ്യം വായിക്കണം. ഓരോ വായന കഴിയുമ്പോഴും 10 പ്രാവശ്യം നിങ്ങൾ സ്തുതിക്കുക. ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകൾ അവിടെ നടക്കും. ഹല്ലേലൂയ. എൻ്റെ പേര് സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ. നിങ്ങളെല്ലാവരും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.